ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് പുഡിംഗ് ആണ്. നമ്മുടെ വീട്ടിലെ കുട്ടീസിനെല്ലാം എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് പുഡിംഗ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാതളമാണ്. ഞാനിപ്പോൾ ഒരു 2 മാതളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോടെല്ലാം ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം. മാതളത്തിൻ്റെ തോടെല്ലാം മാറ്റിയിട്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിന് മുന്നേ നമ്മൾ ഇതിന് 1 ടേബിൾ സ്പൂൺ മാതളം ഒന്ന് മാറ്റി വെക്കണം. ഈ ഒരു അളവിൽ ഞാനിപ്പോൾ മാതളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 100 ml പാലാണ് ഇതുള്ളത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിമാവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ അരിമാവ് ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ പുഡിങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിമാവ് ചേർക്കുന്നത്. അപ്പോൾ അരിമാവിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡറും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഇത്രയും നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റണം. കാരണം നമ്മുടെ മാതളത്തിൻ്റെ ആ സീഡ്സ് എല്ലാം അങ്ങനെ തന്നെ അതിലുണ്ടാവും. അതിൻ്റെ പേരിൽ നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് ഫുള്ളും ഞാനിപ്പോൾ അരിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് ഫുള്ളും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാതള മിക്സ് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത അരിപ്പൊടിയെല്ലാം നല്ലതുപോലെ തിക്കായിട്ട് വരും. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് മിക്കവാറും മാതളം വെച്ചിട്ട് ജ്യൂസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ പുഡിംഗ് ഒന്നും വളരെ റെയറായിട്ടേ തയ്യാറാക്കാറുള്ളൂ. പക്ഷേ ഇതുപോലെ ഒരു പുഡിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടീസിനൊക്കെ നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവും. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വന്നപ്പോഴേക്കും തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരണം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസ് വെച്ചും തയ്യാറാക്കാം. അപ്പോൾ അഗറഗറെ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് പുഡിംഗ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുഡിംഗ് അതെങ്ങനെയാണ് ചൈന ഗ്രാസ് വെച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് അതുപോലെ സെയിം രീതിയിൽ നമ്മളിത് തയ്യാറാക്കിയാൽ മതിയാവും. നമ്മളിനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മാതളത്തിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയായിരിക്കും ഇതിൻ്റെ മുന്നിലുണ്ടാവുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ്. ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് നെയ്യും ചേർക്കാം. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതിയാവും. ഇനി നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത്. സാധാരണ ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ഡിസൈനിലായിരിക്കും നമ്മുടെ പുഡിംഗ് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇതുപോലെ സാധാരണ ഒരു ബൗളിലേക്കാണ് ഇപ്പോൾ മാറ്റുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ മാതളം, അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടിട്ട് നമുക്കിത് നല്ലതുപോലെ പുറം ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്പൂണിൻ്റെ അടിയിൽ ഒരല്പം നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് നമ്മൾ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഫ്രീസറിലല്ല വെക്കേണ്ടത്. സാധാരണ നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചിരുന്നാൽ മതിയാവും. തണുത്തിട്ട് വരുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാകും. എന്നാൽ ശരി, നമുക്കിനി 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടീസിനെല്ലാം ഉറപ്പായിട്ടും തയ്യാറാക്കി കൊടുക്കൂ. അവർക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് ഇഷ്ടമാവും. വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. ഇപ്പോൾ മാതളത്തിൻ്റെ സീസൺ കൂടിയാണ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ബൈ ഫ്രം ഷമീസ് കിച്ചൻ.